രാവിലെ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും. ഈ മുഖം ഒടുവിൽ എത്തി നിൽക്കുകയാണ്. ആ മുഖം കുറച്ച് നാളായിട്ട് മലയാളികൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. തുടക്കമായിരുന്നു. പക്ഷെ ആ തുടക്കത്തിലും ശരിപക്ഷത്തോ അല്ലെങ്കിൽ ഈ ദീപകിന്റെ പക്ഷവും ചേരായിരുന്നു. നമുക്ക് എപ്പോഴും സ്ത്രീപക്ഷം ചേർന്നിട്ടോ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം എങ്ങനെ സ്ത്രീപക്ഷമാണ് കേട്ടോ. അല്ല ഇത് പക്ഷെ പക്ഷെ ഞാൻ പറഞ്ഞത് ശരിപക്ഷം ആയിരുന്നെങ്കിൽ ഈ പക്ഷം ചേർന്ന് സംസാരിക്കുമായിരുന്നു. ഇല്ല, അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ദീപക് ഇന്നസെന്റ് ആണെന്ന് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. മരണത്തിന് മുമ്പ് ഷിംജിത പരാതി കൊടുത്തു അല്ലെ, ഒരു കേസ് ഫയൽ ചെയ്തു. ആരോപിച്ചതിന് ശേഷം ആളെ പ്രതിയായി ചേർക്കപ്പെട്ടതിന് ശേഷം മരണം സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ വാക്കുകൾ അതുപോലെ സംഭവിക്കുന്നു. മരണം കൊണ്ട് ഗ്ലോറിഫൈ ആയിരുന്നു. ഇല്ല അല്ലെ, ആൾ പ്രതിയായി ചേർക്കപ്പെട്ട കുറ്റബോധത്തിൽ മരിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറ്റില്ലേ? തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷം നിൽക്കുന്നത്, മനുഷ്യപക്ഷം ശരിയാണ് എനിക്ക് വലുതെങ്കിലും ഞാൻ എന്തുകൊണ്ട് സ്ത്രീകളുടെ കൂടെ ആദ്യം ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു ജെൻഡറാണ്. അതിന്റെ ബോഡി ബയോളജിക്കൽ ചേഞ്ചസ്, അവരുടെ ഇമോഷണൽ ചേഞ്ചസ്, അവരുടെ ഇൻ ആൻഡ് ഔട്ട് സ്പേസുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരു സ്ത്രീ എന്നുള്ളതല്ല, എന്റെ ശാരീരികമായ ഘടന വെച്ചിട്ട് മാനസികമായ ഘടന വെച്ചിട്ട് മനസ്സിലാവും. പക്ഷേ സോഷ്യൽ അനലിസ്റ്റ് എന്ന രീതിയിലേക്ക് ആ ലാബിൽ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പക്ഷം സംസാരിക്കേണ്ടി വരും. രണ്ട് പക്ഷം ഏതെങ്കിലും രീതിയിൽ ദീപകിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായ സ്ത്രീകൾ പോലും പറയാൻ തയ്യാറാവത്തില്ല. കാരണം അയാൾ മരിച്ചുപോയി. കാരണം ഞാൻ വിചാരിക്കും മരിച്ചുപോയ ഒരു മനുഷ്യനെ നീ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, ആ സ്ത്രീയെ രക്ഷപ്പെടുത്തണം. ഞാൻ 4 പ്രാവശ്യം ആലോചിക്കുന്നത്. ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, രസമാണ്. ഒരാൾ മരിച്ചു അയാൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഷിംജിത ആഗ്രഹിച്ചിരുന്നത് അയാൾ തിരുത്തപ്പെടണമെന്നും നന്നായിട്ട് ജീവിക്കണമെന്നാണ് ഷിംജിത അടുത്ത വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ അതിന് അയാൾ ജീവിച്ചിട്ടില്ല. അപ്പൊ ഷിംജിതയുടെ ആഗ്രഹം കഴിഞ്ഞല്ലോ. എനിക്ക് നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. ദുഷ്ടനാണ് ഞാൻ. വീഡിയോ കണ്ടപ്പോഴേ അവർ പറഞ്ഞു, ആദ്യം കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അയാൾ ചെയ്തതാണെന്ന്. വീണ്ടും നമ്മൾ അതിന്റെ ഫുൾ വീഡിയോ എടുത്ത് കണ്ടു. അപ്പോഴാണ് നമുക്ക് കൂടുതൽ തോന്നിയത് അയാൾ ചെയ്തു. അതുവരെ തോന്നിയില്ല, അവർ ചെയ്ത മാനിപ്പുലേഷൻ ആണെന്ന് തോന്നി. പക്ഷെ ഫുൾ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അയാൾ അത് ചെയ്ത ഒരാൾ തന്നെയാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ, എങ്ങോട്ട് താഴും? അയാളെ കൂട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചതാണെന്ന് ഉറപ്പാണ്. സമൂഹം ഞാൻ കൊടുക്കുന്ന എല്ലാത്തരം എന്റെ സ്റ്റുപ്പിഡിറ്റീസും എന്റെ എല്ലാ സെൻസ്ലെസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാനെന്നുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള, അതാണ് ഞാൻ അവർ ചെറുതാണെന്നല്ല, ഞാനൊരു വലിയ സംഭവം അല്ലേ. പുറമെ വരുന്ന ഞാൻ സംസാരിക്കുന്ന എന്റെ ചിന്തകളിലേക്ക് ആളുകൾ എത്തണമെന്നാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളെ ആശയങ്ങളെ അവർ ഉൾക്കൊള്ളണമെന്നാണോ? ഏത് കുറേ കൂടി ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ സംസാരിക്കുന്ന സ്പേസിൽ എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നുണ്ട് താങ്കളോട്. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. സത്യം ഒന്നേ ഉള്ളൂ, അത് ജയിക്കും. അതേ ജയിക്കൂ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.